ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ചരിത്രം പഠിക്കുന്ന ഓരോ വ്യക്തിയും മറക്കാൻ പാടില്ലാത്ത ഒരു വർഷമാണ് 1789. അതായത് ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ കുലുക്കിയ വർഷം. വിപ്ലവ ചിന്തകളും തത്വചിന്തകളും മനുഷ്യ മനസ്സിനെ കീഴടക്കിയ ഒരു വിപ്ലവകാലം. സാമൂഹികപരമായ പല മാറ്റത്തിനും ഈ ഫ്രഞ്ച് വിപ്ലവം തുടക്കം കുറിച്ചു. എന്നാൽ ഈ വിപ്ലവം സഭയെ ബാധിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. ജനങ്ങൾക്കിടയിൽ നിരീശ്വരവാദം വർദ്ധിച്ചു വന്നു. ദേവാലയങ്ങൾ വിപ്ലവകാരികൾ പിടിച്ചടക്കി. വൈദികരെയും സന്യസ്തരെയും വിപ്ലവകാരികൾ ആക്രമിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഫ്രാൻസിലെ ലാസലേറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ഗ്രാമം. ഏകദേശം 800ഓളം മാത്രം ജനസംഖ്യ വരുന്ന ആ ഗ്രാമത്തിലെ കൃഷിയായിരുന്നു പ്രധാന വിനിയോഗം. ആ ഗ്രാമത്തിലെ 90% ആളുകൾക്കും ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. ദേവാലയത്തിൽ വരുന്നത് പ്രായമായിട്ടുള്ള കുറച്ച് വ്യക്തികൾ മാത്രം. അങ്ങനെ 1846 സെപ്റ്റംബർ 19 ലാസലേറ്റിലെ 2 കുട്ടികൾ, മാക്സിമിനും മെലാനിയും, കന്നുകാലികളെ മേയ്ക്കാനായി ഒരു വൈകുന്നേരം കുന്നും ചെരുവിലേക്ക് പോയി. അവർ നോക്കിയപ്പോൾ മുകളിലുള്ള പാറയുടെ മുകളിൽ നിന്ന് വലിയൊരു പ്രകാശം കാണുന്നതായി അവർ ശ്രദ്ധിച്ചു. അവർ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ സൂര്യനേക്കാൾ തേജസ്സുള്ള ഒരു സ്ത്രീ. അവളുടെ തലയിൽ റോസാപ്പൂക്കൾ കൊണ്ടുള്ള കിരീടം, കാലിൽ റോസാപ്പൂക്കളാൽ നിർമ്മിച്ച ചെരുപ്പും. കുട്ടികൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചത് ആ സ്ത്രീ മുഖം പൊത്തിയിരുന്ന് കരയുന്നതായിരുന്നു. ആ സ്ത്രീയുടെ മാറിടത്തിൽ ചങ്ങലകളും ഒരു ക്രൂശിത രൂപവും ഉണ്ടായിരുന്നു. ആ ക്രൂശിത രൂപത്തിന്റെ ഇരുവശങ്ങളിലായി ചവണയും ചുറ്റികയും ഉണ്ടായിരുന്നു. ആ സ്ത്രീ കുട്ടികളെ തന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: "എന്റെ മക്കളെ, എന്റെ അടുക്കിൽ വരുവിൻ. ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മനുഷ്യർ തങ്ങളുടെ പാപത്തിൽ നിന്ന് അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിയുന്നില്ല എങ്കിൽ എന്റെ മകന്റെ വിധിയുടെ കരങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കും. അത് തടയാൻ എനിക്ക് സാധിക്കുകയില്ല. അത് വളരെ ശക്തവും ഭാരമേറിയതുമാണ്. എത്ര നാളുകളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നു. എന്റെ മകൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വിശ്രമമില്ലാതെ ഞാൻ എന്റെ മകനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളാരും അത് പരിഗണിക്കുന്നില്ല. നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുന്ന പരിഹാരത്തിനും സഹനത്തിനും തുല്യമാവുകയില്ല. 6 ദിവസം നിങ്ങൾക്ക് ജോലിക്കായി നൽകിയിട്ടുണ്ട്. 7-ാം ദിവസം ദൈവത്തിനുള്ളതാണ്. എന്നാൽ അതാരും പരിഗണിക്കുന്നില്ല. എന്റെ മകന്റെ നാമം അനേകം പേർ വൃഥാ പ്രയോഗിക്കുന്നു. നിങ്ങളുടെ വിളവുകൾ നശിക്കുന്നതിനും ഫലം തരാതിരിക്കുന്നതിനും കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നിന്നും അനുതപിച്ചാൽ കല്ലുകളും പാറകളും ഗോതമ്പ് കൂമ്പാരങ്ങളായി മാറും. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ സമൃദ്ധി താനേ ഉണ്ടാകും." "മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ?" അമ്മ ചോദിച്ചു. അതിനുത്തരമായി ആ കുട്ടികൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അമ്മ പറഞ്ഞു, "നിങ്ങൾ പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രാർത്ഥിക്കണം. സമയം കിട്ടുന്നതനുസരിച്ച് കൂടുതൽ പ്രാർത്ഥിക്കണം. ഈ സന്ദേശം നിങ്ങൾ എല്ലാവരെയും അറിയിക്കുക." അതിനുശേഷം മാതാവ് ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങുകയും അരമണിക്കൂറോളം അവർ മാതാവിനെ തന്നെ ദർശിക്കുകയും ചെയ്തു. ക്രൂശിത രൂപം ധരിച്ച് അമ്മ പ്രത്യക്ഷപ്പെട്ട ഏക സ്ഥലം ഇതാണ്. ഈ കുരിശിന്റെ ഇടതുവശത്ത് ചവണയും വലതുവശത്ത് ചുറ്റികയും കാണപ്പെട്ടു. നാം ഓരോ പാപം ചെയ്യുമ്പോഴും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു എന്നതിന്റെ പ്രതീകമായിട്ടാണ് ചുറ്റികയും. നാം അനുതപിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കുരിശിൽ നിന്നും ആണികൾ ഇളക്കിയെടുക്കുന്നതിന്റെ പ്രതീകമായാണ് ചവണയും. ഇതാണ് ഈ കുരിശ് പ്രതിനിധീകരിക്കുന്നത്. കുട്ടികൾക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ അപ്രത്യക്ഷയാകുന്നത് വരെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും കർത്താവ് ക്രൂശിക്കപ്പെടുന്നുണ്ടെന്നും വേദന അനുഭവിക്കുന്നുണ്ടെന്നും നമുക്കോർക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിറകണ്ണുകളാൽ കർത്താവിന്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്ന് നമുക്കോർക്കാം. അനുതപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനിക്കാം.